ഒരു തമിഴ് ഹീറോയ്ക്ക് വേണ്ട ലുക്കും ഫിസിക്കും ബോഡി ലാംഗ്വേജും എല്ലാം ഉണ്ടായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ ആവാതെ പോയ തമിഴ് താരമാണ് ആര്യ. ആക്ച്വലി ഒരു 2015 മുന്നേ ഉള്ള ആര്യയുടെ ഫിലിമോഗ്രാഫി നോക്കിയാൽ ഇത്രയധികം വെർസറ്റൈൽ റോൾ ചെയ്ത ഒരാൾ വേറെ ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ ഉണ്ടായിരുന്ന ആര്യ പക്ഷേ 2014 ശേഷം എന്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് സിനിമകൾ ചെയ്തു? എവിടെയായിരുന്നു ആര്യയ്ക്ക് ആ ഒരു കരിയർ ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടായത്? അങ്ങനെയുള്ള ആര്യയുടെ ഫിലിമോഗ്രാഫിയുടെ ഒരു കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടുകളായ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആര്യയുടെ സിനിമ നമുക്ക് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. എടുത്തു പറയാനായിട്ട് യാതൊരു സിനിമാ പാരമ്പര്യമില്ലാതെ ഒരു യൂഷ്വൽ ഓഡിഷനിലൂടെയാണ് ആര്യ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് സെലക്ട് ആവുന്നത്. 2005 ബില്ല എന്നുള്ള അജിത്തിന്റെ സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത വിഷ്ണുവർദ്ധൻ ചെയ്ത അറിന്തും അറിയാമലേ എന്നുള്ള സിനിമയിലൂടെയാണ് ആര്യയുടെ ആദ്യ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ അതിനു മുന്നേ ഇതേ ആര്യ സിനിമ ചെയ്തിട്ടുണ്ട്. അതായത് അതിനു മുന്നേ ഷൂട്ടിംഗ് തുടങ്ങിയ ഉള്ളം കേക്ക് എന്നുള്ള സിനിമയിലൂടെയാണ് ആര്യ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പക്ഷെ അതേ വർഷം തന്നെ ആര്യ 3 സിനിമകൾ ചെയ്തു. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ രണ്ടാമത് റിലീസായി, രണ്ടാമത് അഭിനയിച്ച സിനിമ ആദ്യം റിലീസായി. ഈ 2 സിനിമകളും സക്സസ് ആയി. ഇത് കൂടാതെ അതേ വർഷം തന്നെ വന്ന ഒരു കല്ലൂറിയൻ കാതൽ എന്ന് മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു. ഈ 3 സിനിമകളും ഒരേ വർഷം തന്നെ സക്സസ് ആയി. ഇതിൽ ഒരു സിനിമയിൽ സൈഡ് റോൾ ആയിരുന്നു, ഒരു സിനിമയിൽ മെയിൻ റോൾ ആയിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. എന്നാലും കരിയർ തുടങ്ങിയ ആ വർഷം ചെയ്ത 3 സിനിമകൾ, 3ലും ചെയ്തത് വെർസറ്റൈൽ ആയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾസ് ആയിരുന്നു. പക്ഷെ ഈ 3 സിനിമകൾ ഒരേ വർഷം തന്നെ ഹിറ്റ് ആക്കാൻ ഇതേ ആര്യയെ കൊണ്ട് പറ്റി. ഇതിൽ തന്നെ ആര്യ ഫസ്റ്റ് ചെയ്ത ഉള്ളംകേക്ക് എന്നുള്ള സിനിമയിലെ തീ പിടിക്ക എന്നുള്ള സോങ് ഒക്കെ ആ ഒരു 2005 ടൈമിലൊക്കെ യുവാന്റെ സോങ് ആണ്. ആ സോങ് ഒക്കെ വൺ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അതിനുശേഷം അതായത് ആദ്യം സിനിമ ചെയ്ത് 2005 ചെയ്ത 3 സിനിമകളും സക്സസ് ആകുന്നു. അതിനുശേഷം 2006 ഇതേപോലെ 3 സിനിമകൾ ചെയ്യുന്നു. ഇതിൽ ആദ്യ സിനിമ കർക്കാതൽ എന്നുള്ള സിനിമ റിലീസ് ആയിട്ട് അന്നൊരു വലിയ സക്സസ് ആയില്ലെങ്കിലും പിന്നീടുള്ള കാലത്ത് നല്ല ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത ഒരു ക്യാരക്ടർ. പാർട്ടിക്ക് 4 പേര് വരുവാங்க ഉங்கிட்ட வந்து விஷ் பண்ணுவாங்க பதிலுக்கு நீ எப்படி விஷ் பண்ண. പിന്നീട് ഇതേ ആര്യമായിട്ട് ആദ്യ സിനിമ ഡയറക്ട് ചെയ്ത വിഷ്ണുവർദ്ധൻ തന്നെ ഭരതിനെ ആര്യ മെയിൻ ലീഡ് ചെയ്ത് ഒരു സിനിമ വന്നു. പട്ടിയാൽ എന്ന് പറഞ്ഞ ആ സിനിമയും അന്നത്തെ വലിയ ഹിറ്റായിട്ട് മാറി. അതിനുശേഷം പിന്നീട് നെപ്പോളിയന്റെ കൂടെ ചേർന്ന് ഒരു സിനിമ ചെയ്യുന്നു. പട്ടാരം എന്നുള്ള ഈ സിനിമ അന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു സക്സസ് ആയില്ലെങ്കിലും ഇന്ന് ഇതിനൊരു വലിയ കൾട്ട് ഫാൻ ബേസ് ഉണ്ട്. അതായത് കാലം തെറ്റി ഇറങ്ങിയ പടം എന്നൊക്കെയാണ് ഇന്ന് തമിഴ് ഇൻഡസ്ട്രി ഈ സിനിമ പറയുന്നത്. 1000 അന്ന് ഫ്ലോപ്പ് ആയിട്ട് ഇന്ന് അത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേപോലെ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ഫാൻ ബേസ് കയറി ആര്യയുടെ സിനിമയായിരുന്നു. ஏகேசாமி குரூப் பாம்பேல இருந்து ஆளுங்க கொண்டு வந்து ரெட் ஹில்ஸ்ல வச்சிருந்தாங்க. நானும் அன்பரசு ஜீவா நேரா போயிட்டோம். അങ്ങനെ 2 വർഷം കൊണ്ട്, അതായത് കരിയർ തുടങ്ങിയ 2 വർഷം കൊണ്ട് 6 സിനിമകൾ റിലീസായി. ഈ 6 സിനിമകളിൽ മോശം എന്ന് പറയാനായിട്ട് ഒറ്റ സിനിമ ഒരു ആര്യ റിലീസ് ആക്കിയിട്ടില്ല. ഇതിനുശേഷം 2007 ഒറ്റ സിനിമ മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നു, ഓരംബോ എന്നുള്ള സിനിമ. ഈ ഓരംബോ എന്നുള്ള സിനിമ നോക്കിയാൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ഓട്ടോറിക്ഷക്കാരുടെ റേസിംഗും കാര്യങ്ങളൊക്കെ വെച്ചാണ്. ഐ മീൻ ഒരു ലോക്കൽ സ്റ്റോറി ആയിരുന്നു. ബട്ട് ഈ സിനിമയും അന്ന് വലിയ സക്സസ് ആയിട്ട് മാറി. സക്സസ് എന്ന് പറഞ്ഞാൽ അതിന് ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല, ആളുകൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വട്ടാരം എന്നുള്ള നെപ്പോളിയന്റെ കൂടെയുള്ള സിനിമ നോക്കിയാൽ ആ സിനിമയുടെ ഡയറക്ടറായ ശരണാണ് അമർക്കളവും അട്ടഹാസവും ഒക്കെ ചെയ്തത്. അതായത് അത്രയും വലിയ ഡയറക്ടേഴ്സിന് പോലും ആര്യയെ പോലെ ഒരാളെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് മതിപ്പുണ്ടായി. അതായത് ഒരു യങ് ഹീറോയുടെ വരവെന്നൊക്കെ പറഞ്ഞാൽ ഈ ലെവലിൽ നിൽക്കണം. ആ ലെവലിൽ ഒരു ഇൻട്രോ കിട്ടിയ ആളായിരുന്നു ഇതേ ആര്യ. അങ്ങനെ 2005 2006 ഈ 3 സിനിമകൾ ചെയ്ത് 2007 ഒറ്റ സിനിമ ചെയ്യുന്നു. പിന്നെ 2008 സിനിമ ചെയ്യുന്നില്ല. 2009 നാൻ കടവുള് വൻ ഹൈബിൾ റിലീസ് ആവും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കഷ്ടപ്പാട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആര്യ സഹിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ആ സിനിമ ബാലയുടെ സിനിമയാണ്. ബാലയുടെ സിനിമകൾ അറിയാമെങ്കിൽ അറിയായിരിക്കും, പുള്ളി ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് എല്ലാവരെയും കൊണ്ട് പെർഫോം ചെയ്യുന്നത്. ഇത് കൂടാതെ വലിയ കഷ്ടപ്പാട് സിനിമയുടെ ഹീറോസ് എന്തായാലും അനുഭവിക്കേണ്ടി വരും. സോ അങ്ങനെ ഏകദേശം 1 ഇയറോളം ആര്യ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയായിരുന്നു നാൻ കടവുള്. ഈ സിനിമ ആദ്യം അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്ത് അജിത്തിനായിട്ട് ഏകദേശം 10 ദിവസത്തോളം ഷൂട്ടിംഗ് ഒക്കെ നടന്നു. ബട്ട് പിന്നീട് അജിത്തിന് ഈ ഒരു ഡയറക്ടറുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ആര്യ ചെയ്യുന്നു വൺ ഹിറ്റ്. അതായത് ആര്യയുടെ ക്യാരക്ടറിന് നല്ല രീതിയിൽ അപ്രിസിയേഷൻ കിട്ടി. ബാലയ്ക്ക് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. പക്ഷേ എന്താ പറയുക, ഈ സിനിമ കൊണ്ട് ആര്യക്കുണ്ടായ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിരുന്നു.
അതായത് ഈ സിനിമയുടെ ഡയറക്ടറിനാണ് അവാർഡ് കിട്ടിയതെങ്കിലും ആര്യയുടെ പെർഫോമൻസ് ഭയങ്കര രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും കരിയർ തുടങ്ങിയ ടൈമാണ്. അതായത് ആര്യയുടെ കരിയർ തുടങ്ങിയ ടൈം, അതായത് ഇപ്പോഴത്തെ ഒരു പ്രദീപ് രംഗനാഥൻ പോലെ ജസ്റ്റ് കരിയർ തുടങ്ങിയ ടൈമിൽ തന്നെ ഇത്രത്തോളം വെർസറ്റൈൽ റോളുകൾ, അജിത്തിനെ പോലെ സ്റ്റാർ ചെയ്യാൻ ഇരുന്ന സിനിമ ഏറ്റെടുത്ത് ചെയ്യുന്നു. ആ സിനിമയിലൊക്കെ നോക്കിയാൽ അതുവരെ കണ്ട ആര്യ അല്ല ആ സിനിമയിലുള്ളത്. അത് അത്രത്തോളം വളരെ വെർസറ്റൈൽ ആയിട്ടാണ് ആര്യ ക്യാരക്ടർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം പിന്നീട് 2009 ഫസ്റ്റ് പടം ചെയ്ത വിഷ്ണുവർദ്ധന്റെ കൂടെ സർവം എന്നൊരു സിനിമ ചെയ്യുന്നു. അതും അതേ വർഷം തന്നെയാണ് റിലീസ് ആയത്. പക്ഷെ ഈ സിനിമയ്ക്ക് നല്ല കിടലിന് അഭിപ്രായം കിട്ടിയാലും ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് ഒതുങ്ങിയത്. പക്ഷെ ഇന്ന് ആളുകൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ പടമായിട്ടാണ് ഈ സിനിമ അറിയപ്പെടുന്നത്. അതിനുശേഷം വന്ന 2010 ആക്ച്വലി ആര്യയുടെ ഒരു പീക്ക് ഇയർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഫ്ലോപ്പും ഉണ്ട്, ഹിറ്റും ഉണ്ട്. ആക്ച്വലി ആര്യക്ക് കൂടുതലായി ഒരു റീച്ച് കിട്ടിയത് ആ 2010 എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ആര്യ എന്നൊരു ആക്ടറെ കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഒരു 2010 ടൈമിലാണ്. അതിനുശേഷം പിന്നീട് ആര്യയുടെ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ മീൻ ഈ അതിന് മുന്നേ ഇറങ്ങിയ പല സിനിമകളും പിന്നീട് കണ്ടിട്ടുണ്ട്. പക്ഷേ 2010 റിലീസായ വരൻ എന്നുള്ള സിനിമയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആര്യ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. ആ സിനിമയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലു അർജുൻ ഹീറോയും ആര്യ വില്ലനുമായിരുന്നു. തെലുങ്കിലോട്ടുള്ള ആര്യയുടെ എൻട്രി ആയിരുന്നു. അതിൽ നോക്കിയാൽ ആക്ച്വലി വില്ലന്റെ അന്യായ സ്കോറിംഗ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രാമൻ രാവണൻ സീത ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഐ മീൻ രാമായണത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ പോലെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതൊരു വൻ പരിപാടിയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ക്ലൈമാക്സിലെ VFXും കാര്യങ്ങളൊന്നും അങ്ങോട്ട് വർക്ക് ആയില്ല. കുറച്ചുകൂടെ നല്ല മേക്കിംഗിൽ അത് ചെയ്യണമായിരുന്നു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആര്യ വൻ കിള്ളം പെർഫോമൻസ് ആണ് പടത്തിൽ ചെയ്ത് വെച്ചേക്കുന്നത്. സോ അങ്ങനെ അല്ലൂറിന്റെ വില്ലനായിട്ട് ആര്യ ആ ഒരു പടം ചെയ്യുന്നു. പക്ഷെ പടം ഫ്ലോപ്പ് ആയി. അതിലൂടെ ആര്യക്ക് വലിയ ഇതൊന്നും കിട്ടിയില്ല. ആര്യക്ക് നല്ലൊരു റീച്ച് കിട്ടി. മനസ്സിലായില്ലേ? സോ അങ്ങനെ വരൻ ചെയ്യുന്നു. അതിനുശേഷം തമിഴിൽ ചെയ്ത മദിരാശിപട്ടണം എന്നുള്ള സിനിമ AL വിജയുടെ പടമായിരുന്നു. ഈ സിനിമ നോക്കിയാൽ മനസ്സിലാവും സാധാരണയുള്ള ഹിസ്റ്റോറിക്കൽ പടങ്ങളിൽ നിന്ന് മാറി ഒരു ലവ് ട്രാക്ക് ചെയ്ത് അതിന്റെ കൂടെ ആ നല്ല ബീജും കാര്യങ്ങളൊക്കെ. GV പ്രകാശാണ് പടത്തിന്റെ മ്യൂസിക്. അതിലെ സോങ്സ് ഒക്കെ വൻ ഹിറ്റായി. ഇപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് കാലത്ത് സൺ മ്യൂസിക്കിലൊക്കെ ഈ സോങ് ഒക്കെ വരാനായിട്ട് ഇരുന്നത്. അതുപോലത്തെ പരിപാടിയാണ്. എമി ജാക്സൺ ആയിരുന്നു ഇതിൽ ഹീറോയിനായിട്ട് വന്നത്. അത് നല്ലൊരു പടമായിരുന്നു. സോ അങ്ങനെ മദിരാശിപട്ടണം നല്ലൊരു ഹിറ്റായി നിൽക്കുന്ന ടൈമിലാണ് ആര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച എന്റർടൈനർ പടം ഐ മീൻ കോമഡി എന്റർടൈനറായ ബോസങ്കിര ഫാസ്റ്റ് എന്നുള്ള സിനിമ റിലീസ് ആണത്. അതിൽ നോക്കിയാൽ ആര്യ സന്താനങ്ങളുള്ള കോംബോയ്ക്ക് തന്നെ ഇന്നും ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട്. അതുപോലത്തെ എന്താ പറയുക ഇപ്പോഴും അതിന്റെ മീം പേജസിലൊക്കെ തമിഴ് ട്രോളന്മാരുടെ മീം പേജസിലൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സിനിമയാണത്. കാരണം അത്രത്തോളം ഇന്റർനെറ്റിലൂടെ ഒക്കെ വൈറലായ മീംസും കാര്യങ്ങളും ആ പടത്തിലുണ്ട്. പക്ഷേ ഈ ഒരു രണ്ട് സിനിമ ഐ മീൻ മദ്രാശിപട്ടണവും അതുകൂടാതെ ഈ ഒരു ബോസങ്കിര ഭാസ്കരൻ എന്നുള്ള സിനിമയും ഹിറ്റായി നിൽക്കുമ്പം ഇതേ ആര്യ സന്താനം കൂടെ വീണ്ടും ചിക്കുബുക്ക് എന്ന സിനിമയായിരുന്നു. പക്ഷേ ഈ സിനിമ ഫ്ലോപ്പായി. എന്നാൽ പോലും 2010 വർഷം ആര്യക്ക് നല്ലൊരു വർഷമായിട്ടാണ് മാറിയത്. കാരണം തെലുങ്കിൽ പോയി പടം ചെയ്യുന്നു, തമിഴിൽ 2 സിനിമകൾ ഹിറ്റാക്കുന്നു, അതുകൂടാതെ ഒരേ സമയത്ത് കോമഡി ചെയ്യുന്നു, വില്ലൻ റോൾ ചെയ്യുന്നു, ഒരു ഹിസ്റ്റോറിക്കൽ പടം ചെയ്യുന്നു. സോ അങ്ങനെ 2010 വർഷം ആര്യക്ക് ഒരു പീക്ക് വർഷമായിട്ട് പറയാം. പിന്നീട് 2011 നോക്കിയാൽ ആര്യ ആദ്യമായിട്ടൊരു മലയാളം പടം ചെയ്യുന്നു. ഉറുമി എന്നുള്ള പൃഥ്വിരാജിന്റെ സിനിമ. നമുക്കറിയാം സന്തോഷ് ശിവൻ ഡയറക്ട് ചെയ്ത പടമാണ്. മലയാള സിനിമ ആയാലും പ്രഭുദേവ, ജനീലിയ, ഇതുകൂടാതെ വിദ്യാബാലൻ, അങ്ങനെ വലിയൊരു കാസ്റ്റിംഗ് ഉണ്ട്. ഈ സിനിമയിൽ തന്നെ ആര്യ ഒരു റോൾ ചെയ്യുന്നുണ്ട്. ലോകം വാസ്കോയെ വാട്ടി പറങ്കികൾക്ക് പിറകിൽ കടൽ കടന്ന് മറ്റു പലരും വന്നു. ഡബിൾ റോൾ ആണെന്ന് തോന്നുന്നു ഇതിന്. പക്ഷേ ഒരു ചെറിയ നെഗറ്റീവായിട്ട് പേഴ്സണൽ തോന്നുന്നത് ഇതിലെ ക്യാരക്ടറിന് ഐ മീൻ ആര്യയുടെ ക്യാരക്ടറിന് ഡബ് ചെയ്തേക്കുന്നത് പൃഥ്വിരാജാണ്. അത് ഭയങ്കര ഒരു പേഴ്സണലി ഇപ്പൊ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഇത് തോന്നാറുണ്ട്. പക്ഷേ നല്ലൊരു പെർഫോമൻസ് ആര്യ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതേ വർഷം തന്നെ ഓൾറെഡി നാൻകടവുകൾ ചെയ്ത അതേ ബാലയുടെ കൂടെ ഒരു മൾട്ടി സ്റ്റാർ പടം, അതായത് വിശാല് ഒരു ട്രെൻഡ് ആയിരിക്കുന്ന ടൈമിൽ വിശാലും ആര്യയും കൂടെ ചേർന്ന് ഒരു പടം ചെയ്യുന്നു. പക്ഷെ ഈ പടത്തിൽ വിശാലാണ് സ്കോർ ചെയ്തത്. ആര്യക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെങ്കിലും വിശാലിന്റെ പെർഫോമൻസ് ആണ് കുറച്ചുകൂടെ ഒരു സംഭവം. അങ്ങനെ 2010-11 ടൈമിലായിട്ട് ഇങ്ങനെ നല്ല റോളുകൾ ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും യാതൊരു പാരമ്പര്യവും ഇല്ല, ഒരു സിനിമ പാരമ്പര്യവും ഇല്ല, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരു ആക്ടറാണ് ഇതേപോലുള്ള വെറൈറ്റി പരിപാടികൾ ചെയ്യുന്നത്. അല്ലാതെ പുള്ളി സ്ഥിരം മാസ് കൊമേഴ്ഷ്യൽ പടങ്ങളല്ല ചെയ്തുകൊണ്ടിരുന്നത്. ഐ മീൻ പുള്ളിയുടെ കരിയറിൽ ആ ടൈമിൽ ഒരു പോക്കിരിയോ ഗില്ലിയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും പുള്ളി നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് വരികയാണ്. സോ അങ്ങനെ 2012 ഒരു ക്ലീൻ കൊമേഴ്ഷ്യൽ പടം പുള്ളി ചെയ്യുന്നു. വേട്ടെ ലിംഗുസ്വാമി ഡയറക്ട് ചെയ്ത് ആര്യ മാധവനും കൂടെ ഒന്നിച്ചു വന്ന പടമായിരുന്നു. പടത്തിൽ ഒരു മൾട്ടി സ്റ്റാർ ഉണ്ടെങ്കിലും പടം
ഹീറോ ഇങ്ങനെ തന്നെ நான் ஒரே ஒரு வாட்டி அண்ணன் பேசிக்கிறேன் அண்ணன் நான் சொன்னேன் அண்ணன் கேப்பானே. നമുക്ക് എല്ലാവർക്കും അറിയാം വിജയ് STR ഈ രണ്ട് പേരെ വെച്ച് ചെയ്യാൻ இந்த പടമായിരുന്നു. ഐ മീൻ STRന് അനിയൻ റോളും ചേട്ടനായിട്ട് വിജയും ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ആദ്യം നടന്നത്. ബട്ട് അത് വർക്കായില്ല. പിന്നീടാണ് ഇവർ രണ്ടാരും കാസ്റ്റ് ചെയ്തത്. പടത്തിൽ ഹീറോ ആര്യ തന്നെ. പക്ഷെ ഇതിന്റെ തെലുങ്ക് വേർഷനിലും ഹിന്ദി വേർഷനിലും ഒക്കെ നോക്കിയാൽ ഇതേപോലെ ഒരു ഇമ്പോർട്ടൻസ് മീൻസ് രണ്ട് ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉള്ള പോലെ അല്ല അവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അനിയൻ ക്യാരക്ടർ തന്നെയാണ് ഹീറോ. പക്ഷെ ഇവിടെ മൾട്ടി സ്റ്റാർ പോലെ നല്ല രീതിയിൽ അവർ ആ ഒരു സംഭവം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമയും അങ്ങനെ ആര്യയുടെ കരിയറിലെ വലിയൊരു ഹിറ്റായിട്ട് മാറി. പിന്നീട് 2013 സേട്ട എന്നൊരു സിനിമ റിലീസ് ആവുന്നു. സന്താനവും ആര്യം വീണ്ടും ഒന്നിക്കുന്നു. ഇതുകൂടെ പ്രേം ജഗി പടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ ആവറേജ് ആയിട്ടാണ് മാറിയത്. പക്ഷെ അതേ വർഷം തന്നെ രാജാറാണി റിലീസ് ആവുന്നു. ആര്യയുടെ ഫസ്റ്റ് പടം. ആലി, ജയ്, നയൻതാര, നസ്രിയ വലിയൊരു കോംബോ ഉള്ള പടമായിരുന്നു. ഈ പടത്തിലൂടെ ആര്യക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. ആര്യയുടെ കരിയറിലെയും വലിയൊരു ഹിറ്റായിട്ട് മാറി. അതായത് ആര്യ ചെറുതായിട്ട് ക്ലീൻ കൊമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ടൈമാണ്. ഇത് കൂടാതെ അതേ വർഷം തന്നെ ആരംഭം ചെയ്യുന്നു. ആരംഭത്തിൽ പക്ഷേ ആര്യ അല്ല ഹീറോ. എന്നാലും ആര്യയുടെ ട്രാക്ക് അടിപൊളി. മീൻസ് പുള്ളിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹീറോയിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അജിത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാലും നല്ലൊരു റോള് പുള്ളിക്ക് ചെയ്യാൻ പറ്റി. ഇത് മുടിവുള്ളടാ ആരംഭം. പിന്നീട് ഐ മീൻ ഇത്രയും 3 പടങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലൊന്നും ഒരു വെറൈറ്റി ഇല്ല. അതായത് സ്ഥിരം കാണുന്ന തമിഴ് പടങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടായിരിക്കാം ആര്യ പിന്നെ ഒരു വെറൈറ്റി പിടിക്കുന്നു. സെൽവരാഘവന്റെ കൂടെ ഇരണ്ടാമലകം എന്നൊരു പടം. പക്ഷെ അത് കട്ട ഫ്ലോപ്പ് ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2013 വീണ്ടും ഒരു വെറൈറ്റി ക്യാരക്ടർ മേഘമാൻ എന്നൊരു പടം വരുന്നു. അത് ഫ്ലോപ്പ് ആവുന്നു. സോ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 2005 കരിയർ തുടങ്ങി 2015 തുടങ്ങുന്നവരെ ഏകദേശം 10 വർഷങ്ങളിൽ നിന്നായിട്ട് ആര്യയുടെ ഫിലിമോഗ്രഫി നോക്കിയാൽ ഒരു കിട്ടിയില്ല ഫിലിമോഗ്രഫിയാണ് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് വെറൈറ്റി ടൈപ്പ് ക്യാരക്ടറുകൾ പലതും ചെയ്തു. ഇതിലൊന്നും ഒരു മാസ് മസാല ഐറ്റംസ് മീൻസ് ഹീറോയുടെ ഡാൻസ്, ഹീറോസ് ഇങ്ങനെ കാണിക്കുന്ന പടങ്ങളെ ആര്യയുടെ കരിയറിലില്ല. മൊത്തം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോൾസ് ആണ്. പക്ഷെ ഇത് കാണാൻ ഒന്നും ആര്യക്ക് ഒരു സ്റ്റാറിന്റെ ഇല്ല. അതായത് ആളിൽ ഇടിച്ചു കയറുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആര്യക്ക് പറ്റിയില്ല. അതിനു വേണ്ടിയിട്ട് ആര്യ ശ്രമിച്ചത് 2015 മുതലാണ്. 2015 ആര്യ ആദ്യം ചെയ്ത പടം പുറമ്പോക്കെങ്കര പുതുകോട്ടമ എന്നൊരു പടമായിരുന്നു. ഈ സിനിമ നോക്കിയാൽ വിജയ് സേതുപതി, ശ്യാം, ആര്യ ഇങ്ങനെ ഒരു വലിയ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പ് ആയി. இந்த ஜெயிலே ஒரு அறிவியல் கலை கூட நான் இந்த ஜெயில இருந்து தப்பிச்சிருவேன். என்ன சார்? അതിനുശേഷം വീണ്ടും ആര്യ സന്താനം കോംബോ വെച്ചിട്ട് വാസുവും ശരവണനും ഒന്നാ പഠിച്ചവങ്ക എന്നൊരു പടം ചെയ്യുന്നു. ഇത് അട്ടർ ഫ്ലോപ്പ് ആവുന്നു. അത് കരിയറിൽ അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോപ്പുകൾ ആരും ഉണ്ടാവുന്നില്ല. പക്ഷെ 2015 ഇത് ഈ 2 പടം അടുപ്പിച്ച് ഫ്ലോപ്പ് ആവുന്നു. முன்னாடி நான் சுத்தின ஒவ்வொரு மணித்துளி மாரடிப்பு வந்தாலும் மறக்க மாட்டேன் கண்மணி. അത് കഴിഞ്ഞ് നേരെ മലയാളത്തിൽ പോയി ഡബിൾ ബാരലിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. ആ പടം ഫ്ലോപ്പ് ആവും. ഇത് കൂടാതെ യാച്ചൻ എന്നൊരു പടം വിഷ്ണുവർദ്ധന്റെ കൂടെ ചെയ്യുന്നു. വിഷ്ണുവർദ്ധന്റെ കൂടെ ആര്യ ഒന്നിച്ചപ്പോഴൊന്നും ഒരു മോശം പടം കിട്ടിയിട്ടില്ല. പക്ഷെ ഈ പടം ഫ്ലോപ്പ് ആവുന്നു. അങ്ങനെ നിൽക്കുന്ന ടൈമിൽ പുള്ളി നേരെ തെലുങ്കിൽ പോയിട്ട് അനുഷ്കയുടെ കൂടെ സൈസ് 0 എന്നൊരു പടത്തിൽ സൈഡ് റോൾ ചെയ്യുന്നു. ആ പടം ഫ്ലോപ്പ് ആവുന്നത്. സോ അങ്ങനെ ഒരു വർഷം ഇറങ്ങി ഏകദേശം 4-5 സിനിമകളോളം കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പ് ആവുന്നത്. അതായത് ആര്യയുടെ ഡൗൺഫോൾ സ്റ്റാർട്ട് ആവും അവിടെ. പിന്നെ പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ലെവലിൽ പോകുന്നു. പക്ഷേ അതേ വർഷം തന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഇന്റർനെറ്റ് നാളെ, തൃഷ ഇല്ലാന, നയൻതാര ഇതേപോലുള്ള സിനിമകളിൽ പുള്ളി ക്യാമിയോ ചെയ്യുന്നു. ഈ പടം എല്ലാം വൻ ഹിറ്റാവും. അതായത് ഹീറോ ആയിട്ട് വന്ന പടങ്ങളെല്ലാം ഇട്ട് നല്ലൊരു പൊട്ടുന്നു. ക്യാമിയോ ചെയ്യുന്ന പടങ്ങളെല്ലാം വൻ ഹിറ്റ് ആവുന്നു. സോ അങ്ങനെ ആര്യയുടെ കരിയർ നല്ല രീതിയിൽ ഡൗൺ ആവുന്നു. അത് ഒറ്റയടിക്കാണ് പീക്കിൽ കയറിയ കരിയർ താഴോട്ട് പോകുന്നത്. സോ അങ്ങനെ 2016 ബാംഗ്ലൂർ ഡേയ്സ് റീമേക്ക് ചെയ്ത് അതിലെ ദുൽഖർ ക്യാരക്ടറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ക്യാരക്ടർ ഇതേ ആര്യ ചെയ്യുന്നു. പക്ഷെ അതും അവിടെ ഫ്ലോപ്പ് ആവുന്നു. பெங்களூர் போறதுக்கு ஒரு பஸ் டிக்கெட் எடுத்தா போதும், அதுக்கு போய் யாராவது கல்யாணம் பண்ணிப்பாங்களா? പിന്നീടാണ് 2017 മലയാളത്തിൽ വന്ന് ഗ്രേറ്റ് ഫാദറിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നു. പക്ഷെ ആ ക്യാരക്ടർ ഒരു വൻ ക്യാരക്ടർ ആണ്. ആക്ച്വലി ഈ സിനിമ തമിഴില് ഡബ് ചെയ്ത് ഇറക്കിയായിരുന്നു. അവിടെ കൂടുതലായും പ്രൊമോട്ട് ചെയ്തത് ഒരു ആര്യ മമ്മൂക്ക മൾട്ടി പടം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു പക്ക മമ്മൂട്ടി പടമാണ്. അതിൽ ആര്യ ഒരു റോളാണ് ചെയ്തത്. പക്ഷെ ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ആര്യ ആയിരുന്നു. അതുകൊണ്ടാണ് ആര്യ ഈ ഒരു ക്യാരക്ടർ ചെയ്തത്. പക്ഷെ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആര്യക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത്. അതേ വർഷം തന്നെ കടമ്പൻ എന്നൊരു പടം ചെയ്യുന്നു. അതൊരു ഡിഫറെന്റ് റോളായിരുന്നു. അതായത് അതുവരെ ചെയ്ത മസാലകളിൽ നിന്ന് മാറി ഡിഫറെന്റ് ടൈപ്പ് പരിപാടി നോക്കി അത് ഫ്ലോപ്പ് ആവുന്നു. ഇത് കൂടാതെ 2018 ആ ഒരു ടൈമിൽ തന്നെ പുള്ളി രജരത്ത എന്ന് പറഞ്ഞ ഒരു കന്നഡ പടത്തിലോട്ട് സഹ ചെയ്യുന്നു. അത് ഫ്ലോപ്പ് ആവുന്നു. ഇത് കൂടാതെ അതേ വർഷം തന്നെ ഗജനിക എന്നൊരു പടം സയേഷ പുള്ളിയുടെ പാർട്ണറിന്റെ കൂടെ ചെയ്യുന്നു. പടം ഫ്ലോപ്പ് ആവുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോപ്പുകൾ തന്നെ ആര്യ കൊടുത്തോണ്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, 2015 ശേഷം ഏകദേശം ഒരു 10-15 പടത്തോളം പുള്ളി ഇത് ഒന്നുപോലും ഇടയ്ക്കൊക്കെ ആവറേജ് ഹിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പുള്ളിക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇത് കിട്ടുന്നില്ല. മീൻസ് ഒരു ടൈമിൽ ആര്യ എന്തോ ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രിയിൽ. ആ ഒരു ഇത് മൊത്തത്തിൽ ആര്യ കളഞ്ഞു കുളിച്ചു.
സോ അങ്ങനെ 2019 കാപ്പാൻ എന്നുള്ള സിനിമയിൽ ചെറിയ ക്യാരക്ടർ ചെയ്യുന്നു, ഒരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. 18 പടി എന്നുള്ള മലയാള സിനിമയിൽ വന്നൊരു ക്യാരക്ടർ ചെയ്യുന്നു, ഒരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇത് തന്നെ ആര്യയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ്. കാരണം ആര്യ ഒരാവശ്യവും ഇല്ലാതെ ക്യാമിയോ റോളുകൾ ചെയ്യുന്നു, ഒരു കാര്യവും ഇല്ലാതെ സൈഡ് റോളുകൾ ചെയ്യുന്നു. എന്തിന് ഇതുപോലുള്ള തീരുമാനങ്ങൾ ആര്യ എടുക്കും എന്നുള്ളത് ഒരു രീതിയിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ നോക്കിയാൽ ഈ അടുത്ത് റിലീസായ കറുപ്പ് എന്നുള്ള സിനിമയിൽ ആര്യ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്, സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ക്യാമറ റോൾ ചെയ്തിട്ട് എന്ത് ഗുണമാണ് ആര്യക്ക് കിട്ടുന്നത്? സോ അങ്ങനെ മകാമുനി എന്നൊരു പടം വീണ്ടും ഒരു വൻ വെറൈറ്റി പരിപാടി ആര്യ ചെയ്യാൻ ശ്രമിക്കുന്നു, ആ സിനിമ ഫ്ലോപ്പ് ആകുന്നു. പക്ഷെ ആ ക്യാരക്ടർ കുറെ കാലത്തിന് ശേഷം ആര്യക്ക് 4 പേർക്കിടയിൽ ഒരു അപ്രിസിയേഷൻ കിട്ടി. അങ്ങനെ നിങ്ങളൊന്ന് നോക്കിയാൽ 2015 മുതൽ 19 വരെ ഒരു പടം പോലും സെറ്റ് ആവുന്നില്ല. ആ ലെവലിൽ ആര്യ ഡൗൺ ആയി. ആവശ്യമില്ലാത്ത കുറെ തൊലിഞ്ഞ ക്യാമിയോയും ചെയ്ത് ഉള്ള കരിയർ നശിപ്പിച്ചെന്ന് പറയാം. അതിനുശേഷം പിന്നീട് കോവിഡ് ആവുന്നു, 2020 പടമില്ല. 2021 4 പടം റിലീസ് ആവുന്നു, 2 OTT വരുന്നു, 2 തിയേറ്ററിൽ വരുന്നു. ഇതിൽ ആദ്യത്തെ പടം എന്ന് പറഞ്ഞാൽ ടെഡി. ഇതറിയായിരിക്കും, നമ്മുടെ മിരുതന്റെ ഒക്കെ ഡയറക്ടർ ചെയ്ത പടമാണ്. ഇത് ഓൾറെഡി ചെയ്ത ഒരു പടത്തിന്റെ റീമേക്ക് ആണ്. ഒന്നും പണ മുടിയാതെ ഉനക്ക് തേവയില്ലാത്ത വേല. പക്ഷേ OTT റിലീസ് ആയെങ്കിലും നല്ല റെസ്പോൺസ് കിട്ടി. പക്ഷെ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പടമല്ല. ഇതേപോലെ തന്നെ പക്ഷേ അതേ ടൈമിൽ തന്നെ OTT സർപ്പാട്ട പരമ്പര റിലീസായി. എല്ലാവർക്കും അറിയായിരിക്കും, ഇത് ആക്ച്വലി ആദ്യം കാർത്തി വെച്ച് പ്ലാൻ ചെയ്തു, പിന്നെ സൂര്യ വെച്ച് പ്ലാൻ ചെയ്തു, പിന്നാണ് ഇത് ആര്യയിലേക്ക് എത്തിയത്. ആര്യ അതിനുവേണ്ടി നല്ല കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ ആര്യക്ക് ഒരു വലിയ കമ്പാക്ക് കിട്ടിയാണ്. പക്ഷെ തിയേറ്റർ റിലീസ് ആയിട്ട് മാറിയില്ല. അതുകൊണ്ട് അതിൻ്റെതായ പ്രോബ്ലം ഉണ്ട്. അല്ലാതെ നോക്കിയാലും ആര്യ ഒരു വലിയ കമ്പാക്ക് ആണ് ചെയ്തത്. പക്ഷെ ഈ കമ്പാക്കിന് ശേഷം തന്നെ പുള്ളി ഗോബാക്ക് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം പുള്ളി ചെയ്ത പടം അരൺമന 3 ആണ്, സുന്ദർ സിയുടെ പടം. അതും ബോക്സ് ഓഫീസ് ഹിറ്റ്. അത് ബോക്സ് ഓഫീസ് ഹിറ്റ് ആയത് ആര്യയുടെ സ്റ്റാറിനെ കൊണ്ടോ പടത്തിന്റെ ക്വാളിറ്റി കൊണ്ടോ അല്ല. അരൺമന സീരീസിന് എന്നും അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് എത്ര പാർട്ട് ഇറക്കിയാലും ഹിറ്റ് ആവും. സോ ആ ഒരു പ്രിവിലേജ് വെച്ചിട്ട് അങ്ങനെ ഒരു പടം ഹിറ്റ് ആവുന്നു. അതിനുശേഷം എനിമി റിലീസ് ആവുന്നു. എനിമിയുടെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും, പടത്തിന് മെയിൻ റോൾ ചെയ്തേക്കുന്നത് വിശാലാണ്. അതായത് ഇവൻ സിനിമയിലെ ഇവർ രണ്ടാളുമാണ്. പടം ഒരു അലമ്പ് പടമാണ്. ഇതിന്റെ ഡയറക്ടറാണ് നമ്മുടെ ഇരുമുഖന്റെ ഡയറക്ടർ. പുള്ളിയാണ് അടുത്ത വിക്രമിന്റെ പടം ചെയ്യുന്നത്. സോ വിക്രമിന് യാതൊരു രീതിയിലും ഞാൻ ബാക്കി പറയുന്നില്ല, അപ്പൊ എന്തുവാന്ന് നോക്കാം. സോ അങ്ങനെ ആ ഒരു 2021 4 പടം റിലീസാകുന്നു. ഈ 4 പടത്തിൽ ആകെ ഭേദപ്പെട്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ നല്ലൊരു സാധനം കിട്ടിയത് സർപ്പാട്ട പരമ്പര മാത്രമാണ്. പ്രിഡേറ്ററിന്റെ റീമേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ എന്നൊരു പടം വരുന്നു. ആക്ച്വലി അതിന്റെ VFX നന്നാക്കിയിരുന്നെങ്കിൽ പടം ഹിറ്റായാണ്. കാരണം ആര്യ നല്ല രീതിയിൽ പടത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, നല്ല പെർഫോമൻസ് ചെയ്തു. പക്ഷെ ഒന്നും ആയില്ല. അതിനുശേഷം 2023 കാദർ ഭാഷ എങ്കിറ മുത്തുരാമലിംഗം മീൻസ് വിരുമാന്റെ ഒക്കെ ഡയറക്ടറാണ്. പുള്ളി ചെയ്യുന്ന സ്ഥിരം പരിപാടി ചെയ്തു നോക്കി, പക്ഷെ ഓടിയില്ല. അതിനുശേഷം പിന്നീട് 2024 സൈന്ധവം എന്ന് പറയുന്ന വെങ്കടേഷിന്റെ ഒരു പടത്തിൽ ചെറിയൊരു അപ്പിയറൻസ്, മീൻസ് ഒരു സഹനടൻ റോൾ ചെയ്യുന്നു. പിന്നെ പുള്ളി ചെയ്യുന്നത് ഇക്കൊല്ല മിസ്റ്റർ എക്സ്. നിങ്ങൾ ഓർത്ത് നോക്കി, 2021 ശേഷം പുള്ളി ചെയ്യുന്ന കച്ചറ പടങ്ങള്. പിന്നെ ഇപ്പൊ ചെയ്ത അനന്തൻ കാട്. സോ അങ്ങനെ ഇത്രയും പടങ്ങളാണ് ആര്യ കരിയറിൽ ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി 2013, 14 ടൈമിൽ ഏത് ലെവലിൽ നിന്ന മനുഷ്യനാ. അതായത് പീക്ക് ടൈം ആയിരുന്നു ആര്യക്ക്. ആര്യ ചെയ്യുന്ന പടങ്ങൾ ബോക്സ് ഓഫീസിൽ ഹ്യൂജ് സക്സസ് ആവുന്നില്ല. ഇപ്പൊ ഒരു സിംഗം പോലോ അല്ലെങ്കിൽ ഒരു തുപ്പാക്കി പോലെ ഒരു സാധനം ഒന്നും ഇല്ല ആര്യക്ക്, അത് സമ്മതിക്കുന്നു. പക്ഷെ ആര്യ ഒരു നല്ല ആക്ടറായിട്ടും നല്ല പെർഫോമർ ആയിട്ടും ബോളിവുഡ് ഇൻഡസ്ട്രി കണ്ടിട്ടുണ്ട്. അതേ ടൈമിൽ ഇങ്ങനെ കുറെ കച്ചറ ക്യാമിയോ റോള്, അതുകൂടാതെ ഒന്നും നോക്കാതെ പടം സെലക്ട് ചെയ്യുന്നു. മീൻസ് ഈ ആസിഫ് അലിയൊക്കെ ഒരു ടൈമിൽ ചെയ്ത കൂട്ടം അങ്ങനെ ചെയ്താണ് ആര്യക്ക് ഈ ഒരു അവസ്ഥ വന്നത്. സോ ഇനിയെങ്കിലും ആര്യ നല്ല രീതിയിൽ പോകുന്ന നമുക്ക് നോക്കാം. അനന്തങ്കാട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ 2 പടങ്ങളും പാരഞ്ജിത്തിന്റെ കൂടാണ്. അത് തന്നെ വലിയൊരു ഹോപ്പാണ്. സോ അങ്ങനെയുള്ള ആര്യയുടെ ഫിലിം കരിയറിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഫോളോ ചെയ്തേക്കണം. അടുത്ത വീഡിയോ കാണാതിരിക്കും. ബൈ.